ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. കാലോചിതമായി നാം ക്രിസ്തുവിൽ എങ്ങനെയാണ് ലോകത്തെ നോക്കിക്കാണേണ്ടത്, നമ്മുടെ ആശയഗതി എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 11-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കും. ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശു സഹജമായവ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവിടുന്നു. മൂലതത്വമായ ക്രിസ്തുവിനെ കൈവിടുകയല്ല, ക്രിസ്തു വീക്ഷണത്തിൽ കൂടുതൽ തെളിമയോടെ ലോകത്തെ നോക്കിക്കാണാനാകുമ്പോൾ പരിശുദ്ധാത്മാവിൽ നാം നമ്മുടെ ചിന്താഗതികളെ മാറ്റേണ്ടതുണ്ട് എന്നാണ് വചനം പറയുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഒരുക്കുന്ന യേശു അവരോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പലതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കും. അവൻ എനിക്കുള്ളവരിൽ നിന്ന് എടുത്ത് നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ ക്രിസ്തുവിൽ ലോകത്തെ നവമായി നോക്കിക്കാണുക എന്നത് പ്രാധാന്യമേറുന്നൊരു കാര്യമാണ്. പലപ്പോഴും വചനത്തെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ടെക്സ്റ്റ് ഓറിയന്റഡ് ഭാവത്തോടെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ആനുകാലിക ലോകത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവ്യക്തതയും സംശയങ്ങളും ഉയർന്നു വരും. സ്ത്രീകളെയും ശിരോവസ്ത്രത്തെയും സംബന്ധിച്ച് കൊറിന്ത്യർ ലേഖനത്തിലെ ഭാഗം അപ്രകാരം സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രധാന വിഷയമായി അതിനെ കാണാൻ വയ്യ. എന്നാൽ സംശയങ്ങളും പാഠഭേദങ്ങളും ഒത്തിരിയേറെ ഈ വചനഭാഗത്തെക്കുറിച്ചുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 2 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ എടുത്ത് നമ്മൾ ആലോചിക്കുന്നത്. ഈ വചനഭാഗം യഥാർത്ഥത്തിൽ കൊറിന്ത്യസിലെ സഭയ്ക്ക് ശ്ലീഹ എഴുതുന്ന ലേഖനമായിട്ടാണ്. കൊറിന്ത്യരിലെ സഭ ആദിമകാലത്ത് വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ ഏറെ സംശയങ്ങളിൽ പെട്ടുകൊള്ളുന്നുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ വന്ന ജനവിഭാഗം തങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സംശയമുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളെ കൈവിടാൻ മടിക്കുകയും അതേസമയം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനം. അവർ ശ്ലീഹയ്ക്ക് എഴുതിയ കത്തുകൾക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് കൊറിന്ത്യർ ലേഖനം. അവർ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി പറയുക എന്ന നിലയ്ക്ക് ആദിമ നൂറ്റാണ്ടിൽ യഹൂദ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു ജനവിഭാഗത്തിന്റെ സംശയങ്ങൾക്ക് മറുപടിയായി ശ്ലീഹ പറഞ്ഞ കാര്യങ്ങളെ ആനുകാലിക ലോകത്തിൽ അതേപടി പകർത്തുക എന്നത് അനുചിതമാണ്. അതേപോലെ തന്നെ തെളിമയില്ലാത്തതായി ഈ സന്ദേശങ്ങൾ മാറാൻ ഇടയാക്കുന്നതുമാണ്. ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള തർക്കമാണ് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ. ശിരോവസ്ത്രം ധരിക്കാത്തതിനെ സംബന്ധിച്ച് സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പുരോഗമനപരമായി ചിന്തിക്കുമ്പോൾ ഈ ആശയത്തിന് നിലനിൽപ്പില്ല എന്ന് കരുതുന്നവരുണ്ട്. ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, കേരളമടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ശിരോവസ്ത്രം നിർബന്ധമായോ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമാണെന്ന് പറയുകയോ ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ശിരോവസ്ത്രം അത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും സമന്മാരാണ്. അങ്ങനെ സമന്മാരായ 2 പേർക്കിടയിൽ എന്തെങ്കിലും ഒരു വിവേചനത്തിന്റെ ലാഞ്ചനം ഗുണകരമായ ഒന്നല്ലെന്നും ക്രിസ്തുവിൽ അത് നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും അതിൽ നമുക്ക് മനസ്സിലാക്കാം. സാർവത്രികമായ സ്വഭാവമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് ക്രമേണ ബലപ്പെട്ടു വരുന്നുണ്ട്. ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാനും സമ്പ്രദായങ്ങൾക്കകത്ത് തഴങ്ങാനുമുള്ള നമ്മുടെ ഒരു ദുശാഠ്യമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. ആനുകാലിക ലോകത്തിന്റെ സമസ്യകളെ പൂരിപ്പിക്കാൻ ക്രിസ്തു രഹസ്യത്തെ ധ്യാനിക്കുക എന്നതുമായി ഇതിന് പ്രത്യേകമായ ബന്ധമുള്ളതോ പ്രാധാന്യമുള്ളതല്ല. എങ്കിലും ഈ വചനഭാഗം പലപ്പോഴും തർക്ക വിഷയമാവുന്നതുകൊണ്ടും ഈ വചനഭാഗത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും ഈ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ അല്ലെങ്കിൽ ശ്ലീഹ അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഒരു കാര്യമുള്ളത്, നമ്മൾ വചനത്തെ അതിന്റെ കേവലാർത്ഥത്തിലല്ല എടുക്കേണ്ടത്,
എൻ്റെ കോണ്ടെക്സ്റ്റിലാണ്, ആന്തരികാർത്ഥത്തിലാണ്. ഈ ആന്തരികാർത്ഥത്തെ പരിഗണിക്കാതെ വചനത്തിന്റെ ബാഹ്യഭാവത്തെ മാത്രം കാണുന്ന ഒരു പ്രവണത സുവിശേഷ പ്രഘോഷണ വേദികളിൽ പോലും ഉണ്ട്. പഴയ നിയമത്തെ അതേപടി പകർത്തുകയാണ് രക്ഷയ്ക്കുചിതമായ മാർഗമെന്ന് പഠിപ്പിക്കുന്നവർ സഭയിൽ ഇന്ന് പെരുകി വരുന്നു. പഴയ നിയമത്തെയും ലേഖനഭാഗങ്ങളെയും ചേർത്ത് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയും. കാരണം ഈ ലേഖനം എഴുതുന്നത് മിക്കവാറും ആദിമസഭയിൽ യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്ന ആളുകൾക്കാണ്. അന്ന് ഉണ്ടായ തെളിച്ചമല്ല ഇന്ന് സഭയ്ക്കുള്ളത്. കത്തോലിക്ക ലേഖനങ്ങൾ നമ്മോട് പറയുന്നവയും ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങളും ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. നിരന്തരമായി പ്രബോധനങ്ങൾ നൽകേണ്ടി വരുന്നത് ക്രിസ്തുവചനത്തിന് എന്തെങ്കിലും മാറ്റമുള്ളത് കൊണ്ടല്ല, വചനമാകുന്ന ക്രിസ്തുവിനെ കാലത്തിന്റെ സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രബോധനങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം ഒരു പ്രബോധനത്തിലും സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമെന്നതിനെ കുറിച്ച് ഒരഭിപ്രായം സഭ പറയുന്നില്ല. കാരണം ഇത് ആദിമകാലത്ത് ശിരോവസ്ത്രം ധരിച്ചിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് വന്നവർ സഭയ്ക്കകത്ത് ഈ ആചാരത്തെ പിന്തുടരേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. മാത്രമല്ല, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ വസ്ത്രധാരണത്തിലും ജീവിത രീതിയിലും നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ലോക സമൂഹമാകെ പരിവർത്തിതമായൊരു സാഹചര്യത്തിൽ ഈ വചനത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാറും. വിശുദ്ധ ലിഖിതങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിതമായിട്ട് മാറും. വിശുദ്ധ ലിഖിതങ്ങൾ എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടത്? ശാസനത്തിനും തെറ്റിതിരുത്തലിനും പ്രബോധനത്തിനും ഒക്കെ വേണ്ടി നൽകപ്പെട്ടതാണ്. അങ്ങനെ നൽകപ്പെട്ട തിരുലിഖിതങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും പുരുഷാധിപത്യപരമായ ഒരാണധികാരത്തിന്റെ സ്വഭാവത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനും ശ്രമിക്കുന്നത് മതസ്വഭാവം കൈക്കൊള്ളുമ്പോഴാണ്. ശിരോവസ്ത്രം സ്ത്രീകൾ ധരിക്കണമെന്ന് യഹൂദ പാരമ്പര്യത്തിലുണ്ടായിരുന്നു. അതൊരു മതപാരമ്പര്യമാണ്, ക്രിസ്തുവിന്റെ വീക്ഷണമല്ല. യേശു ക്രിസ്തു എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും തലമുടി നീട്ടി വളർത്താമെന്നും വളർത്തരുതെന്നും പറയുന്നില്ല. അവിടുന്ന് നമ്മോട് പറയുന്നത് സ്നേഹത്തിൽ വർത്തിക്കുക എന്ന കാര്യമാണ്. അവരിന് വേണ്ടി എങ്ങനെ സ്വയം ജീവിതം അർപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ക്രിസ്തു പാഠത്തെ മറന്ന് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും പിന്തുടരുക എന്ന പതിവ് ശൈലി ഒരു മതാത്മകമായ സ്വഭാവമാണ്. അത് വിശ്വാസ വിരുദ്ധമായി മാറിയേക്കാം. ഈശോ തന്നെ പറയുന്നുണ്ട് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെ തിരുവചനങ്ങളിൽ, പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പനയെ അവഗണിക്കുന്നു. ദൈവകൽപ്പന കാരുണ്യമാണ്, ദൈവകൽപ്പന സ്നേഹമാണ്. അതിനെ അവഗണിച്ച് നിങ്ങൾ പാരമ്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. ഈ പാരമ്പര്യങ്ങളുടെ ലംഘകനായിട്ടാണ് ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുക. യേശു തന്റെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിലനിന്നിരുന്ന യഹൂദ പാരമ്പര്യങ്ങളെയും മതാധിപത്യത്തെയും ചോദ്യം ചെയ്യുകയും യഥാർത്ഥമായ വിശ്വാസം പിതാവിലുള്ള ഐക്യമാണെന്നും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നതാണ് പരമപ്രധാനമെന്നും അത് കരുണയിലേക്കുള്ള വളർച്ചയാണെന്നുമാണ് പഠിപ്പിച്ചത്. ആ ഒരു തെളിച്ചത്തിൽ നിന്നും വേണം നാം വചനഭാഗങ്ങളെ പരിശോധിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ സ്വീകരിക്കാനും. കൊറിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 2 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ധാരണ ഉണ്ടാവുന്നത് ശ്ലീഹ സ്ത്രീ വിഭജനത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്, ഒരു പുരുഷാധിപത്യപരമായ സ്വഭാവം ശ്ലീഹ പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ്. വാസ്തവത്തിൽ ശ്ലീഹ ക്രിസ്തുവിന്റെ മനസ്സിനെ സ്വീകരിച്ച ആളാണ്. ശ്ലീഹ ഗലാത്യ 3:28 പറയുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്, ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല, എല്ലാവരും തുല്യരാണ്. അങ്ങനെ എല്ലാവരും തുല്യരാണ് എന്ന ക്രിസ്തുബോധം നമ്മെ പഠിപ്പിക്കുന്ന ശ്ലീഹ സ്ത്രീ വിരുദ്ധമായ ഒരു കാര്യം പറയുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു വ്യക്തി പറഞ്ഞ വചനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തി എഴുതിയ കൃതികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ ആകത്തുകയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഏതെങ്കിലും ഒരു വചനത്തെ മാത്രം എടുത്ത് നാം ആലോചിച്ചാൽ ആ വചനം ഒരുപക്ഷെ സ്ത്രീ വിരുദ്ധമായിട്ടോ പുരുഷവിരുദ്ധമായിട്ടോ മനുഷ്യത്വ വിരുദ്ധമായിട്ട് വരെ തോന്നാം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചിന്തിച്ചാൽ. അങ്ങനെ ഒരു വചനഭാഗം അടർത്തിയെടുക്കുന്ന പാരമ്പര്യം സഭയ്ക്കില്ല. സഭ വചനം പഠിപ്പിക്കുന്നത് സമഗ്രമായിട്ടാണ്.
സമഗ്രമായിട്ട് വചനത്തെ കാണണമെങ്കിൽ അതിൻ്റെ ആന്തരിക സത്തയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്രകാരം ചിന്തിക്കുമ്പോഴാണ് മിസ്റ്റർ പൗലോസിന്റെ ഈ ലേഖനത്തിലെ ഈ ഭാഗം പ്രാധാന്യം അർഹിക്കുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വചനമായതുകൊണ്ടും ഒട്ടേറെ അഭിപ്രായഗതികൾ അതിനെക്കുറിച്ച് ഉയർന്നു വന്നതിനാലും പലപ്പോഴും പാരമ്പര്യങ്ങളുടെ പേരിൽ നാം ഇത്തരം വാക്യങ്ങൾ എടുത്ത് അവയെല്ലാം പ്രയോഗവൽക്കരിക്കേണ്ടതാണ്, അതാണ് വിശ്വാസത്തിന്റെ അടയാളം എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടുമാണ് ഈ വചനഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. തങ്ങൾ വചനം മാത്രം അനുസരിച്ച് ജീവിക്കൂ എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. അതായത് വചനത്തിൽ നിന്നാണ് തങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളുന്നത് തെറ്റിദ്ധരിക്കുന്നവർ. യഥാർത്ഥത്തിൽ വിശ്വാസം നമുക്ക് പകർന്നു കിട്ടുന്നത് തിരുവചനത്തിൽ നിന്നല്ല, അത് സഭയിൽ നിന്നാണ്. സഭയാണ് ദൈവവചനം നമുക്ക് നൽകിയത്. സഭ നൽകിയ ദൈവവചനത്തെ, വചനമാകുന്ന ക്രിസ്തുവിനെ തെളിഞ്ഞു കിട്ടാൻ വേണ്ടി നൽകിയ കത്തുകളെ നാം പ്രമാണിക്കുകയല്ല, ആ കത്തുകളിലൂടെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുകയും ക്രിസ്തുവിനെ പ്രമാണിക്കുകയാണ് ചെയ്യേണ്ടത്. അത് മറന്നുപോകുന്നത് കൊണ്ടാണ് പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവരും ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽപ്പെട്ടവരും പലപ്പോഴും ശിരോവസ്ത്രം പ്രധാനപ്പെട്ടതാണ്, പ്രാർത്ഥിക്കണമെങ്കിൽ തല മൂടണം എന്നൊരു ധാരണ വെച്ച് പുലർത്തുന്നത്. വാസ്തവത്തിൽ നാം ഒരു കാര്യം ആലോചിക്കേണ്ടത്, ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല, എല്ലാവരും സമന്മാരാണ്. അങ്ങനെ എല്ലാവരും സമന്മാരാണ് എന്ന പരമാർത്ഥം നിലനിൽക്കെ, സ്ത്രീയോ പുരുഷനോ ഭേദമില്ല എന്നിരിക്കെ, ശ്ലീഹ ആരെയും താഴ്ത്തുകയോ ഉയർത്തുകയോ ഈ ഭാഗത്ത് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ. തങ്ങൾ വചനം മാത്രമേ വായിക്കൂ, വിശുദ്ധ ഗ്രന്ഥം മാത്രമേ വായിക്കൂ എന്ന ഇറഞ്ഞ ഭാവം ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നൊരു പിഴവെന്താണെന്നറിയാമോ? നാം ഈ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് അകന്നു മാറി ജീവിതത്തെ പ്രധാനമല്ലാതായി കാണാൻ തുടങ്ങും. ജീവിതമാണ് പ്രധാനം. ജീവിതത്തിനകത്ത് ക്രിസ്തുവിൽ കൂടുതൽ സ്നേഹമുള്ളവരായി, കരുണയുള്ളവരായി, അവരോന്മുഖമായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അകക്കാമ്പ് വെളിപ്പെടുക. ചിലർ പറയുമല്ലോ, ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥം മാത്രമേ വായിക്കുള്ളൂ, വേറെ പുസ്തകമൊന്നും വായിക്കില്ല. അങ്ങനെ വേറെ പുസ്തകമൊന്നും വായിക്കാത്തവർ ആധുനിക ലോകത്ത് നൽകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വേണ്ട, അവർ ചോറ് കഴിക്കുന്നുണ്ടല്ലോ. യഹൂദർ കഴിച്ചിരുന്നത് റൊട്ടിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും കാണുന്ന റൊട്ടിയെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും റൊട്ടി മാത്രമല്ലേ കഴിക്കാൻ പറ്റും. നമ്മൾ കടന്നു വന്ന വഴി ആലോചിക്കണം. നമ്മൾ കടന്നു വന്ന വഴിയിലെ വസ്ത്രധാരണ രീതി അല്ല എന്നുള്ളത്, അന്നുള്ള വിദ്യാഭ്യാസമോ അറിവോ അല്ല എന്നുള്ളത്. സാങ്കേതികതയും പഴയതല്ല, പുതിയ സാങ്കേതികതകളൊക്കെ ഉപയോഗിക്കും. പുതിയ സാങ്കേതികതയ്ക്കകത്ത് പാരമ്പര്യത്തെ ഒളിച്ചു കടത്തും. യഥാർത്ഥത്തിൽ പാരമ്പര്യത്തെയും ആധുനികവൽക്കരിക്കുകയാണ് വേണ്ടത്, ആധുനികമായ ബോധ്യത്തോടെ കാണുകയാണ് വേണ്ടത്. അപ്രകാരം കാണാതെ, വിശാല വീക്ഷണമില്ലാതെ, ലോകത്തെ ഒന്നാകെ കാണാതെ, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ മാത്രമാണ് ജീവിതമെന്നും മനുഷ്യനെന്നും നാം വിധിക്കാൻ തുടങ്ങുമ്പോൾ ഇരുളടഞ്ഞൊരു സമൂഹമായിട്ട് നമ്മൾ മാറിത്തീരുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യമാണ് ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന ബോധ്യത്തിൽ, സ്നേഹഭാവനയിൽ ഒരു പുതുലോകം സൃഷ്ടിക്കുക. ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ പാപഭാരത്തിൽ നിന്നും അവന്റെ മേലുണ്ട് എന്ന് അവൻ ധരിച്ചു വശായ എല്ലാ ആധിപത്യങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയാണ്. ലോകത്തിന്റെയും പാപത്തിന്റെയും പിശാചിന്റെയും ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച ക്രിസ്തുവിൽ നവജീവിതം ആരംഭിക്കുന്ന നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മനോഭാവത്തെ എല്ലാം സ്വന്തമാക്കണമെന്നും അവനവന് വേണ്ടി മാത്രമുള്ളതാണെന്നും സെൽഫ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തെ മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ആചാരരീതികളെയും ജീവിത രീതികളെയും മാറ്റുകയല്ല വേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തെ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം, അത് ഇന്ന് എഴുതപ്പെട്ട ഒന്നായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. കൊറിന്ത്യർക്കാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ, സാംസ്കാരികമായ ബോധം, അതൊക്കെ നിലനിന്നിരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അത്തരമൊരു കാലത്ത് സഭാ സമൂഹത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ആളുകൾ അവർ പിന്തുടരുന്ന പല ആശയഗതികളെയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു വിശ്വാസം സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല കൊണ്ടുവരിക, തങ്ങളുടെ ശീലങ്ങളെയും കൂടെ കൊണ്ടുവരും. ഈ പാരമ്പര്യങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് വേണം, അല്ലെങ്കിൽ ആ പാരമ്പര്യങ്ങൾ നിലനിന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ പരിശോധിച്ചിട്ട് വേണം ഈ ലേഖന ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ടെക്സ്റ്റിൽ നിന്ന് കോണ്ടെക്സ്റ്റിലേക്ക് പോകണം. വാച്യാർത്ഥത്തിലല്ല എടുക്കേണ്ടത്, അതിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. കൊറിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 3, 4, 5 തിരുവചനങ്ങൾ ശിരസ് മൂടി പ്രാർത്ഥിക്കണമെന്ന നിലയ്ക്കാണ് പറയുക. സ്ത്രീയുടെ ശിരസ് പുരുഷനാണെന്നും പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഈ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് യഹൂദ ബോധ്യത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ്. വിശ്വാസത്തിന്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പാരമ്പര്യങ്ങളുടെ
പിടിയിൽപ്പെട്ട ഒരു സമൂഹത്തോടാണ് വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നത്. അപ്രകാരം ഒരു വചനഭാഗത്തെ മാത്രം അടർത്തിയെടുത്ത് ഇതാണ് പൗലോസിന്റെ പൊതു നിലപാട്, ഇതാണ് ദൈവം പറയുന്നത് എന്ന നിലയ്ക്ക് ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാൻ പാടില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ പുരുഷൻ ആണ് സ്ത്രീയുടെ ശിരസ് എന്ന് പറയുന്ന ഭാഗവും, അതേപോലെ തന്നെ 15-ാം വാക്യത്തിൽ പ്രകൃതിയുടെ സ്വഭാവമാണിത്, പ്രകൃതിയായി ഇങ്ങനെയാണ് സ്ത്രീ ശിരസ് മൂടേണ്ടതാണ്, അല്ലെങ്കിൽ ശിരസിൽ അവർക്ക് മുടിയുള്ളത് പ്രകൃതി തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നത് നിലനിന്നിരുന്നൊരു ബോധ്യമാണ്. ആ നിലനിന്നിരുന്നൊരു ബോധ്യത്തെ ചോദ്യം ചെയ്യാതെ തന്നെ ആ ചോദ്യത്തെക്കാൾ ഉപരിയായ ഒന്ന് വിശുദ്ധ പൗലോസ് അവതരിപ്പിക്കുകയാണ്. നിലനിന്നിരുന്ന ഭാഗങ്ങളെ അതേപോലെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്, എന്നാൽ അതിനേക്കാൾ ഉന്നതമായ ഒരു കാര്യം എല്ലാവരും ദൈവത്തിൽ നിന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്, ഇന്ന് സ്ത്രീയിൽ നിന്ന് പുരുഷൻ ജനിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണത്. പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത് എന്നതാണ് ആണധികാരം ആദ്യം മുതലേ പ്രചരിപ്പിക്കുന്നത്. പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടായി, അതുകൊണ്ട് സ്ത്രീ പുരുഷന് വിധേയയായിരിക്കണം എന്നൊരു മനോഭാവം യഹൂദ സമുദായത്തിനകത്തുണ്ട്, ജനവിഭാഗത്തിനകത്തുണ്ട്. പൗലോസ് ശ്ലീഹ അതിനെ തർക്കിച്ചു തോൽപ്പിക്കാതെ, അത് ശരിയല്ല എന്ന് പറയാതെ അതിന് പകരം മറ്റൊന്ന് പറയുന്നു, ഇന്ന് സ്ത്രീയിൽ നിന്നാണ് പുരുഷനുണ്ടാകുന്നത്. ഇനി അത് കുറെ കൂടി തിളച്ചത്തിലേക്ക് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവം ജനിക്കുന്നത് സ്ത്രീയിൽ നിന്നാണ്, മനുഷ്യൻ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ സൃഷ്ടാവായ ദൈവം ഒരു സൃഷ്ടിയായ സ്ത്രീയിൽ നിന്നും ജനിക്കുന്നു എന്നതിലൂടെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ വീക്ഷണം എങ്ങനെയാണ് സ്ത്രീയെ പരിഗണിക്കുന്നത് എന്ന് വ്യക്തമാണ്. തുല്യതയുടെ കാര്യം എടുക്കാം, ഒപ്പം തന്നെ മഹനീയമായൊരു പദം കൂടി സ്ത്രീക്ക് നൽകുന്നു. ഇത്തരത്തിൽ മനുഷ്യകുലത്തെ ആകെ വിമോചിപ്പിക്കുന്ന രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയായ മറിയത്തെ സ്വീകരിക്കുക വഴി ദൈവം ചെയ്ത പ്രവൃത്തി മാനവ സമൂഹത്തിനകത്ത് സ്ത്രീ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കപ്പെടരുത് എന്നും അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ സത്യത്തെ തിരിച്ചറിയാതെയാണ് പലപ്പോഴും ഈ 3-ഉം 15-ഉം ഭാഗങ്ങൾ എടുത്തുകൊണ്ട് കണ്ടോ സ്ലീഹ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. യേശുവും വിരുദ്ധോക്തിയിൽ സംസാരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് തിരുവചനത്തിൽ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല എന്ന് ഒരു കാനാൻകാരിയോട് യേശു പറയാം. നമ്മൾ ആലോചിച്ച് നോക്കണം, തൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിനെ ആശ്രയിക്കുന്ന ഒരാളോട് ക്രിസ്തു പറയുന്ന വാക്കാണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. കാനാൻകാരെ അവർ വിളിച്ചിരുന്നത് നായ്ക്കളെന്നാണ് യഹൂദർ വിളിച്ചിരുന്നത്. അങ്ങനെ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല എന്ന് ക്രിസ്തു പറയുകയാണ്. യഥാർത്ഥത്തിൽ അത് യേശുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ വാക്യമാണോ, അല്ലെങ്കിൽ നിലനിന്നിരുന്ന യഹൂദ വിശ്വാസം പഠിപ്പിച്ചൊരു കാര്യത്തെ യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്? കൂടുതലുള്ള ശിഷ്യന്മാരൊക്കെ യഹൂദരാണ്. ആ യഹൂദരായ ശിഷ്യന്മാരുടെ മനസ്സിനകത്ത് രൂഢമൂലമായിട്ടുള്ള ഒരു ബോധ്യമാണ് കാനാൻകാർ നായ്ക്കൾക്ക് തുല്യരാണ്, യഹൂദർക്ക് വേണ്ടിയാണ് ദൈവം വന്നിട്ടുള്ളത്. ഇത് അവരുടെ വിശ്വാസമാണ്, വിശുദ്ധജനമാണ്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഉചിതമല്ല. അങ്ങനെ പറയുന്ന ക്രിസ്തുവിനോട് ആ സ്ത്രീ പറയുന്നത് നായ്ക്കളും യജമാനന്മാരുടെ ഭക്ഷണമേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് തൃപ്തരാകുന്നുണ്ടല്ലോ. യേശു തിരിച്ചു പറയുന്ന കാര്യം ഓർക്കണം, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. യഥാർത്ഥത്തിൽ കാനാൻകാരിയായ ഈ സ്ത്രീയുടെ വിശ്വാസമാണ് പ്രധാനമെന്നും ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിന് ഈ പാരമ്പര്യങ്ങളുമായും പഴയ ബോധ്യങ്ങളുമായും ബന്ധമില്ല എന്നും ക്രിസ്തു പഠിപ്പിക്കുന്നത് ഈ രീതിയിലാണ്. പ്രത്യക്ഷത്തിൽ വായിച്ചു നോക്കിയാൽ തന്നെ ആശ്രയിക്കുന്ന ഒരു സ്ത്രീയോട് കാരുണ്യരഹിതമായി പെരുമാറുന്ന ഒരാളായിട്ട് ക്രിസ്തുവിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആലോചിക്കണം, യഹൂദ മതം പലപ്പോഴും വചനഭാഗത്തെ എടുത്ത് അല്ലെങ്കിൽ തിരുലിഖിതങ്ങൾ എടുത്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനിടയായി. കൊല്ലരുത് എന്ന് കൽപ്പിച്ച ദൈവത്തിന്റെ നാമത്തിലാണ് ദൈവവചനം പാലിക്കാത്തവരെ കൊല്ലുക എന്നൊരു നിലപാടിലേക്ക് പഴയ നിയമം എത്തുന്നത്. പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ ആണ് പഴയ നിയമം. ആ നിയമത്തിനുണ്ടായ വ്യാഖ്യാനങ്ങളാണ്, ആ നിയമത്തിൽ അവർ ജീവിച്ച ജീവിതമാണ് പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക. പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ ഹൃദയസ്ഥമാക്കുകയും
അതാണ് ജീവിതത്തിന്റെ വഴിയെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പിഴവ് ഈ ആദ്യം പറഞ്ഞ 10 കൽപ്പനയ്ക്കെതിരായി നമ്മൾ മാറിപ്പോകും. അങ്ങനെ എതിരായി മാറിയത് കൊണ്ടാണ് പ്രവാചകന്മാർ വന്ന് ഈ ജനജീവിതത്തെ ശാസിക്കുകയും പരിവർത്തിപ്പിക്കാൻ വേണ്ടി പ്രബോധനം നൽകുകയും ചെയ്തത്. അവർ ക്രിസ്തു വരും എന്ന് പറയുമ്പോൾ, പൂർണ്ണതയിലേക്ക് വരും എന്ന് പറയുമ്പോൾ, കൊല്ലരുത് എന്ന് പറഞ്ഞ കർത്താവ് ഒരാളെ ബോഷ എന്ന് വിളിച്ചുകൂടാ എന്ന് പറയുന്നിടത്തേക്ക് അത്രത്തോളം സ്നേഹവിരുദ്ധമായ ഏത് പ്രവൃത്തിയും കൊലപാതകമാണ് എന്ന നിലയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ പറഞ്ഞ ക്രിസ്തുവിനെ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് സ്ലീഹ പറയുന്നത്, സ്നേഹിക്കാത്തവനോ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14 മുതൽ തിരുവചനങ്ങൾ നമുക്കത് കാണാം. അവിടെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയായിട്ട് മാറുന്നു. ബോഷ എന്ന് വിളിക്കുന്നവൻ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. കുറച്ചുകൂടി ആഴത്തിൽ പരിശുദ്ധാത്മാവിൽ സ്ലീഹ പറയുകയാണ്, യേശു പറഞ്ഞ വചനത്തിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് ആനുകാലിക ലോകത്തെത്തുമ്പോൾ ബോഷ എന്നൊന്നും വിളിക്കുന്നില്ല, പക്ഷെ വെറുക്കുന്നുണ്ട്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഇങ്ങനെ വചനത്തിന്റെ ഒരു വളർച്ചയും വചനത്തിന്റെ ആകത്തുകയായ ക്രിസ്തുവിനെയും തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഈ 3ഉം 15 തിരുവചനങ്ങൾ പറഞ്ഞിട്ട് അത് ആണ് പാലിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, വചനം മാത്രം അടർത്തിയെടുത്ത് കണ്ടോ പ്രകൃതി തന്നെ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഒരു വെളിച്ചത്തെ നമ്മൾ ചിന്തിക്കുക. സ്ത്രീക്ക് മുടി നീട്ടി വളർത്തുന്ന ശീലം ഉണ്ടായതും പുരുഷൻ ശിരസ് മുണ്ടനം ചെയ്യാൻ തുടങ്ങിയതും അല്ലെങ്കിൽ മുടി വെട്ടാൻ തുടങ്ങിയതൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടായ കാര്യമാണ്. പ്രകൃതി അങ്ങനെയല്ല. പ്രകൃതി അങ്ങനെയാണെങ്കിൽ പുരുഷൻ എങ്ങനെ മുടി വളരും? ദൈവം പ്രകൃതിയാൽ പുരുഷന്റെ ശിരസിൽ മുടി അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ പുരുഷന്റെ മുടി നീണ്ടു വളരും? ക്രിസ്തുവിന്റെ മുടി തന്നെ നീണ്ടു വളർന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അതങ്ങനെ നീണ്ടു വളരും. അപ്പൊ മുടി നീണ്ടു വളരുക എന്നുള്ളത് പ്രകൃതിയാനുള്ള കാര്യമാണ്. സ്ത്രീക്ക് മുടി വളരുകയും പുരുഷൻ മുടി വളരാതിരിക്കുകയും ചെയ്യുക എന്നൊരു കാര്യമില്ല. അങ്ങനെ വളർന്ന മുടി പുരുഷൻ മുറിച്ചതാണ്, അത് പ്രകൃതിയാവുള്ളതല്ല. പക്ഷെ അവരുടെ ഉണ്ടായിരുന്ന ബോധ്യം അതാണ്. ആ ബോധ്യത്തിനനുസരിച്ചാണ് സ്ലീഹ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് പ്രകൃതിയിലുള്ള നിയമം. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് സ്ത്രീയും പുരുഷനും തുല്യരാണ്, പരസ്പരം ആശ്രയിക്കേണ്ടവരാണ്, അവർ ഒന്നിച്ചു കഴിയേണ്ടവരാണ്, അവർ തമ്മിൽ ഭേദവിചാരമില്ല. ഇനി ഒരു ലേഖനത്തിന്റെ രചനാരീതിയാണ്. ആ രചനാരീതി പരിശോധിക്കുമ്പോൾ 4-9 തിരുവചനങ്ങൾക്കുള്ള ഉത്തരമായിട്ട് പറയുന്നത് 11-13 ആദ്യം ഈ പ്രശ്നം അവതരിപ്പിക്കുന്നു, പിന്നെ സ്ലീഹ തന്റെ അഭിപ്രായം പറയുന്നു, അഥവാ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പൊ മറുപടി പറയുന്നത് 11-13 വചനം അടർത്തുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ആകെ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. പലപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇത് ചെയ്യാറുണ്ട്. ആദ്യത്തെ ഒരു വചനമോ ഹെഡിങ്ങോ കണ്ടിട്ട് അടിയൊന്ന അഭിപ്രായം പറയും. മുഴുവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കുമ്പോഴാണ് നാം പറഞ്ഞതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കാൻ പറ്റുക, ആകത്തുക മനസ്സിലാക്കാൻ പറ്റുക. ഈ ആകത്തുക മനസ്സിലാക്കാൻ പറ്റാതെ പോയതിന്റെ പിഴവാണ് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമെന്ന ശാഠ്യം ഇന്ന് നിലനിർത്തണമെന്ന വാദമുഖത്തിനും ബലം നൽകുന്നത്. വാസ്തവത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ യഹൂദ മനോഭാവമാണ്, നിലനിന്നിരുന്ന ബോധ്യമാണ്. അതിനെ ലംഘിക്കുന്നത് 11-13 കൊണ്ടാണ്. 10-ാം തിരുവചനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ പൗലോസിന്റെ നിലപാടായിട്ട് അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യമായിട്ട് കാണേണ്ടത്. ആ വചനം POC ബൈബിളിൽ എങ്ങനെയാണ്? ദൂതന്മാരെ ആദരിച്ച് സ്ത്രീകൾക്ക് വിധേയത്വത്തിന്റെ അടയാളമായ ശിരോവസ്ത്രം ഉണ്ടായിരിക്കട്ടെ. മലയാളം ബൈബിളിൽ അങ്ങനെയാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല, ഗ്രീക്ക് ബൈബിളിൽ അങ്ങനെയല്ല. നാം ആശ്രയിക്കുന്ന ഗ്രീക്ക് ബൈബിളിനാണല്ലോ ശരി. ആ ഗ്രീക്ക് ബൈബിളിൽ അങ്ങനെയല്ല. സ്ത്രീക്ക് അവളുടെ ശിരസിന്മേൽ അധികാരം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഈ പ്രതീകം ആയ ശിരോവസ്ത്രം എന്ന് പറയുന്നത് മലയാളം ബൈബിളിൽ വന്ന കാര്യമാണ്. മൂലഭാഷയിൽ ഈ കൊരിന്ത്യർ ലേഖനത്തിൽ 10-ാം വചനം പറയുന്നത് ദൂതന്മാരെ ആദരിച്ച് സ്ത്രീകൾക്ക് അവളുടെ തലയിൽ, അവളുടെ ശിരസിൽ അധികാരം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. പാഠഭേദങ്ങളിലാണ് അധികമായ ശിരോവസ്ത്രം എന്ന കാര്യങ്ങൾ നമ്മൾ കാണുക. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് അവളുടെ തലയിൽ, സ്വന്തം തലയിൽ അധികാരം ഉണ്ടായിരിക്കട്ടെ. അതിനെക്കുറിച്ച് വിധിക്കാൻ നമ്മൾ ആളല്ല എന്ന നിലയ്ക്കാണ് പറയുക. ദൈവത്തെ പ്രതി എന്ന് നമ്മൾ പറയുമല്ലോ. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തർക്കം അവസാനിപ്പിക്കാൻ പറയുന്നൊരു അവസാന വാക്കാണ് ദൈവത്തെ പ്രതി ഒന്ന് ക്ഷമിക്കുന്ന പറയുന്നത് പോലെ, ദൈവത്തെ പ്രതി എന്ന് പറയുന്നതിന് പകരം വിശുദ്ധ പൗലോസ് പറയുന്നത് ദൂതന്മാരെ പ്രതി. അത് അന്ന് സഭയിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരെ പ്രതിയാകാം, സഭാ സന്ദർശകരായ ഇതര സഭകളിൽ നിന്ന് വന്ന ആളുകളെ കുറിച്ചാകാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈവത്തെ പ്രതി എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നതാകാം. സ്ലീഹ പറയുന്നു ദൂതന്മാരെ പ്രതി സ്ത്രീക്ക് അവളുടെ തലയിൽ അധികാരം ഉണ്ടായിരിക്കട്ടെ.
അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആധുനികമായ പശ്ചാത്തലത്തിലും ആധുനിക ലോകത്തും തിരുവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമെന്ന് സഭ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അവൾക്ക് അവളുടെ തലയിൽ അധികാരം ഉണ്ടായിരിക്കണം. എന്താണ് വിവേകപൂർണമായതെന്ന്, ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുവോ അത് അവൾക്ക് ചെയ്യാം. സാധാരണഗതിയിൽ ഈ കാര്യമൊക്കെ അറിയുന്ന ആളുകളും പള്ളിയിൽ പോകുമ്പോൾ തല മൂടും. നമ്മൾ ആലോചിക്കണം, എല്ലാവരും തുല്യരാണ്. പെരുമേശയിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും തുല്യരാണ്. ഒരു വിവേചനമില്ല. സ്ത്രീക്ക് എന്തെങ്കിലും കുറവുള്ളതായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ല. സ്ത്രീയും പുരുഷനും ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ്. സ്ത്രീയിൽ നിന്നാണ് മനുഷ്യൻ വീണ്ടും ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ തന്നെ അമ്മയാണവർ. അപ്പൊ അതുകൊണ്ട് സ്ത്രീത്വം ഒട്ടും കുറഞ്ഞതല്ല എന്നൊരു കാര്യം നമ്മൾ ഓർക്കണം. സ്ത്രീക്ക് എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ട് ശിരോവസ്ത്രം മൂടി അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാവൂ എന്നൊരു നിലപാട് പാടില്ല. അവരുടെക്ക് ഒരു പുരോഹിതൻ പറഞ്ഞൊരു അഭിപ്രായം, കുറച്ചുകൂടി ഭക്തിക്ക് നല്ലത് അതാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പുരുഷന് തല മൂടിയാൽ ഭക്തി കൂടില്ലേ? ഇനി ഒരു പുരുഷന് തോന്നാണ് തല മൂടിയാലാണ് ഭക്തി വരിക. തല മൂടുന്നതും മൂടാത്തതുമല്ല കാര്യം. പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ തുല്യരാണെന്ന ബോധ്യത്തോടെ, മനുഷ്യരെല്ലാം ഒന്നെന്ന ബോധ്യത്തോടെ, അവരുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തോടെ ദേവാലയത്തിൽ പോകുന്നതാണ്, ബലിയർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ശിരോവസ്ത്രം ആവശ്യമാണെന്ന് ഒരു ശാഠ്യബോധം ഏതെങ്കിലും ഒരു വചനഭാഗത്തെ മാത്രം എടുത്ത് നാം പറയുന്നത് മഹാബദ്ധമാണ്. വാസ്തവത്തിൽ സ്ത്രീ പുരുഷ വിവേചന ദൈവസന്നിധിയിലില്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ദൈവമക്കളാണ്. നമ്മളാണ് ഈ ജെൻഡർ ഡിവൈഡിന്റെ ആള്. പ്രകൃതിയാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവരൊന്നായിരിക്കുമ്പോൾ മനുഷ്യനെന്ന് വിളിച്ചു എന്നാണ് പറയുക. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യനെന്ന് ദൈവം വിളിക്കുന്നത് തുല്യതയിലാണ്. അതുകൊണ്ട് യാതൊരുതര വിവേചനത്തിന്റെ ആവശ്യമില്ല. ശിരസ് മൂടുന്നത് പ്രധാനപ്പെട്ട കാര്യമല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശീലങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നുള്ളത് കൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റാതെ വന്നേക്കാം. എന്നാൽ യൂറോപ്പിൽ പോയാൽ നമുക്ക് കാണാം അവിടെ ശിരസ് മൂടുന്നത് പ്രധാനമല്ല. അപ്പൊ നമ്മുടെ ഇടയിൽ മാത്രമുള്ള ഒരു പഴയ പാരമ്പര്യത്തെ, ആചാരത്തെ മുറുകെ പിടിക്കുന്ന രീതിയാണ്. പാരമ്പര്യങ്ങളും ആചാരങ്ങളും അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാന കേന്ദ്രം. യഥാർത്ഥത്തിൽ ഹൃദയമാണ് ദൈവം പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഹൃദയഭാവത്തെ നമ്മൾ പരിശോധിക്കണം. ഹൃദയം ദൈവത്തിനോട് ഉന്മുഖമായിരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസത്തിൽ വളരാൻ പറ്റുക, ക്രിസ്തുബോധത്തിലുള്ളവരായിട്ട് നമ്മൾ മാറുക. ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ വചനഭാഗത്തെ സംബന്ധിച്ച ഈ തർക്കം വാസ്തവത്തിൽ ഒരു ബോഷ്കാണെന്ന് കാണണം. ആന്തരിക സത്തയിലേക്ക് കടക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു അബദ്ധമായിട്ട് മാത്രം കാണണം. നമ്മൾ ബാഹ്യാചാരങ്ങളൊന്നും കൈവിടാനായിട്ട് തയ്യാറല്ല. അല്ലെങ്കിൽ ബാഹ്യമായിട്ടാണ് വിശ്വാസങ്ങൾ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് പള്ളിയിൽ പോയാൽ കൈകൂപ്പി നിൽക്കുന്നയാൾ മാന്യനാകുകയും കൂപ്പാത്തയാൾ കുറവുള്ള ആളായിട്ട് കാണുകയും ചെയ്യും. വസ്ത്രം നോക്കി മനുഷ്യനെ വിധിക്കും, ഭാഷ നോക്കി മനുഷ്യനെ വിധിക്കും. ഒരുവന്റെ രൂപത്തിലോ ഭാവത്തിലോ അല്ല കാര്യം, ഹൃദയത്തിലാണ് എന്ന പരമാർത്ഥം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരും, പുരുഷനും സ്ത്രീയും എളിമയോടെ നിൽക്കേണ്ടതാണ്. ആ എളിമ എങ്ങനെയാണ്? നമ്മെ സ്നേഹിച്ചവനോടുള്ള പ്രതിസ്നേഹ പ്രവൃത്തിയായി ജീവിതം അർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ ഒരു ബോധ്യമില്ലാതെ ശിരോവസ്ത്രത്തെ സംബന്ധിച്ച് തർക്കങ്ങളിൽ കുടുങ്ങുന്നതും, ശിരോവസ്ത്രം ധരിക്കാത്തവരൊക്കെ ശിരസിനെ അവമാനിക്കുകയാണെന്ന് പറയുന്ന പഴയ യഹൂദ ചിന്താഗതി ഇപ്പോഴും ചുമക്കുന്നതും അബദ്ധമാണ്. ശിരസ് മൂടുക എന്നൊരു കാര്യം ക്രിസ്തുവിലില്ല. യേശു ആരോടും നിങ്ങൾ ഈ വേഷം ധരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ദൈവം നമ്മുടെ മനോഗതികളെ അറിയുന്നവനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വ്യാപരിക്കുക എന്നതാണ് പ്രധാനം. ക്രിസ്തുവാണ് അകമ എന്ന ബോധ്യത്തോടെ ജീവിക്കുന്നതാണ് പ്രധാനം. ക്രിസ്തുവിനാണ് ജീവിതമെന്ന ഉറപ്പോടെ ജീവിത പ്രയോഗ വഴിയിൽ ക്രിസ്തു വചനത്തിനെ പിന്തുടരുന്നതാണ് പ്രധാനം. അത്തരൊരു മനോഭാവം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമ്മളിങ്ങനെ പാരമ്പര്യങ്ങളുടെ അടിമയായി തുടരും. അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഭാഗം അടർത്തിയെടുത്ത് അതാണ് പരമമായ സത്യമെന്ന് എനിക്ക് നമ്മൾ പ്രഘോഷിക്കാൻ തുടങ്ങും. വിശുദ്ധ വചനത്തിനകത്ത് ക്രിസ്തുവുണ്ട്. ക്രിസ്തുവാണ് യഥാർത്ഥ വചനം. വചനമായ ക്രിസ്തുവിനെയാണ് നമ്മൾ പിൻചൊല്ലേണ്ടത്. വചനമായ ക്രിസ്തുവിലാണ് ജീവിക്കേണ്ടത്. ആ ക്രിസ്തു പ്രകാശം പരത്തും ലോകത്ത്. അഥവാ ആചാരങ്ങളെയാണ് നാം പ്രഘോഷിക്കുന്നതെങ്കിൽ ഇപ്പറഞ്ഞ വിശുദ്ധ ലിഖിതങ്ങളിലെ വാക്യങ്ങളെ അടർത്തിയെടുത്ത് അവയ്ക്കനുസൃതം ജീവിച്ചുകൊണ്ടാണ് വിശ്വാസം പ്രഘോഷിക്കുന്നതെങ്കിൽ ലോകത്ത് അന്ധകാരം പരത്താനേ നമുക്കാകൂ എന്ന പരമാർത്ഥം ഓർക്കണം. ചിലരുടെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനത്തെ മനസ്സിലാക്കുമ്പോൾ ആന്തരികതയിലേക്ക് പോകണം. ക്രിസ്തു എങ്ങനെ കണ്ടു എന്ന് നോക്കണം. ക്രിസ്തു എന്ത് പറഞ്ഞു എന്ന് നോക്കണം. ക്രിസ്തുവിൽ നമുക്ക് ലോകത്ത് നോക്കിക്കാണാനാവണം. അപ്രകാരം തുറവിയുള്ള നയനങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും.
ഓരോ കാലഘട്ടത്തിലും ഈ പഠിപ്പിക്കൽ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും മാർപ്പാപ്പമാർ പ്രബോധനങ്ങൾ നൽകുന്നത്, ഇന്നും സഭ നമ്മെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രബോധനത്തിലേക്ക് നോക്കണം, ക്രിസ്തുവിലേക്ക് നോക്കണം, ക്രിസ്തുവിലൂടെ ലോകത്തെ നോക്കി കാണണം. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. എല്ലാവർക്കും സ്നേഹവും പ്രകാശവും പകർന്നു കൊടുക്കുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.